ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി ആനുവൽ എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കാം, വായിക്കാം, എഴുതാം. താഴെ കാണുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഉത്തരം എഴുതുക. വാടിക്കോമ്പി നിന്ന കാട്ടുചെടികളൊക്കെ ആദ്യത്തെ മഴത്തുള്ളിയിൽ ഒന്ന് പരിഭ്രമിച്ച പോലെ പിന്നെ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു അവ. കാടിൻ്റെ മൗനത്തിൽ മഴയുടെ നാദം ഉയർന്നു. മഴയുടെ പെയ്ത്തുനാദം വർഷകാലത്തെ കാടിൻ്റെ ഭാഷയാണ്. മറ്റു സ്വരങ്ങൾക്കൊന്നും അപ്പോൾ കാട്ടിൽ സ്ഥാനമില്ല. പ്രഭാതത്തിലെ പക്ഷികളുടെ സംഗീത കച്ചേരികളൊക്കെ മഴ സ്വന്തമാക്കും. എല്ലാം മഴയുടെ നാദമായി തീരും. കാടിന് അതിൻ്റെ സ്വരങ്ങൾ നഷ്ടമാകുന്ന കാലം. വലിയ വൃക്ഷങ്ങളിൽ മഴ പെയ്തിറങ്ങുന്ന നാദം, ചെറുചെടികളിൽ ഓരോ ഇലകളിൽ, പുല്ലുകളിൽ ഇലകൾ വീണ ഭൂമിയിലുമൊക്കെ മഴയുടെ സംഗീതം മാത്രം. ചെറുനീർച്ചാലുകളുടെ പ്രയാണത്തിന് വേഗവും മുഴക്കവും കൈവരിക്കും. മഴ പെയ്തൊഴിഞ്ഞാലോ കാട് പിന്നെയും പെയ്തുകൊണ്ടിരിക്കും. എൻ നസീറിൻ്റെ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന ഒരു ഭാഗമാണ്, ഒരു ഖണ്ഡികയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. വാടിയ കാട്ടുചെടികളിൽ ആദ്യത്തെ മഴത്തുള്ളി വീണപ്പോൾ അവയിലുണ്ടാകുന്ന ഭാവം എന്താണ്? അതെ, പരിഭ്രമമാണല്ലേ. നമ്മളിപ്പോൾ വായിച്ചല്ലോ കൂട്ടുകാരെ. എന്താണ് ആൻസർ? പരിഭ്രമം. ദെൻ വർഷകാലത്തെ കാടിൻ്റെ ഭാഷ എന്താണ്? അതെ, പെയ്ത്തുനാദമാണല്ലേ, മഴയുടെ പെയ്ത്തുനാദം. ദെൻ മഴക്കാലം കാടിന് അതിൻ്റെ സ്വരങ്ങൾ നഷ്ടമാകുന്ന കാലമാണെന്ന് പറയുന്നു. എങ്ങനെ? എന്താണ് ആൻസർ? അതെ, മഴയുടെ നാദത്തിനിടയിൽ മറ്റു സ്വരങ്ങൾക്കൊന്നും സ്ഥാനമില്ല. മഴയുടെ നാദത്തിനിടയിൽ മറ്റു സ്വരങ്ങൾക്ക് സ്ഥാനമില്ല. നാലാമത്തെ ചോദ്യം, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ നാദം എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം എഴുതുക. ഏതൊക്കെയാണ് നൽകിയിട്ടുള്ള പദങ്ങൾ? പ്രയാണം, മുഴക്കം, സ്വരം. ഇതിൽ നാദം എന്നതിന് പകരം അതെ സ്വരമാണല്ലേ. ഓക്കെ, ദെൻ മഴ പെയ്തൊഴിഞ്ഞാലോ കാട് പിന്നെയും പെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാണ്? അതെ, മഴ നിന്നാലും ഇലകളിലെ മഴത്തുള്ളികൾ എന്താണ്? വീണുകൊണ്ടിരിക്കും. നമുക്ക് പ്രവർത്തനം 2 നോക്കാം. താരതമ്യക്കുറിപ്പാണല്ലേ. കുട്ടിക്കാലത്ത് അമ്മാവൻ്റെ വീട്ടിൽ പോയ ഒരു അവധിക്കാലം ഓർമ്മ വരുന്നു. ഒരു പടർന്നു പന്തലിച്ച കൂറ്റൻ മാവുണ്ട് അടിയിൽ. കുലകുലയായി കൊച്ചു മാമ്പഴങ്ങൾ നിറയെ തൂങ്ങിക്കിടക്കുന്ന സമയം. ഓരോ കാറ്റിലും മാമ്പഴം ചിതറി വീഴും. മഴത്തുള്ളികളും മാമ്പഴങ്ങളും തണുത്ത കാറ്റും ഞങ്ങൾ കുട്ടികളും എല്ലാം കൂടി ഒന്നിച്ച് ചിരിച്ച് വീണ് കളിച്ചുരുളുന്ന മേളം ഇന്നും മനസ്സിൽ ആഹ്ലാദമുണർത്തുന്നു. പിന്നീട് ഏറെ മുതിർന്നു കഴിഞ്ഞപ്പോൾ തറവാട്ടിലെ ഒരു മുത്തശ്ശിയുടെ മരണത്തിന് ചെന്നപ്പോൾ തെക്കുവശത്തെ ചെറുമാവ് വെട്ടുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, എത്ര മാവ് നാം വെട്ടി മരണങ്ങൾക്ക് വേണ്ടി തന്നെ. പക്ഷേ എത്ര മാവ് നാം വെച്ചു? വെട്ടിയെടുത്തതൊന്നും നാം നട്ടതല്ലല്ലോ. മേഘം വന്നു തൊട്ടപ്പോൾ. സുഗതകുമാരി. മുകളിൽ കൊടുത്ത ഈ അനുഭവക്കുറിപ്പിലെ ആശയം, പീച്ച് പൂന്തോട്ടത്തിലെ പീച്ച് പുഷ്പങ്ങൾ വാങ്ങാം, പക്ഷേ നിറയെ പുഷ്പിച്ചു നിൽക്കുന്ന പൂന്തോട്ടത്തെ എവിടെ നിന്ന് വാങ്ങാനാവും എന്ന വരികളിലെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അതായത് കൂട്ടുകാരെ, നമ്മളോട് താരതമ്യക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. പൂക്കൾ നമുക്ക് വില കൊടുത്ത് വാങ്ങാം, പക്ഷേ ഒരു പൂന്തോട്ടത്തെ വാങ്ങാനാവില്ല എന്നത് തികഞ്ഞ യാഥാർത്ഥ്യമാണ്. വസന്തം പ്രകൃതിയുടെ വരദാനമാണ്. ആ വരദാനം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. ഇവിടെ പുഷ്പങ്ങൾ വസന്തകാലത്തിൻ്റെ ആഗമനമാണ് വിളിച്ചറിയിക്കുന്നത്. മനുഷ്യൻ്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റത്താൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം വരദാനങ്ങളെ എത്ര വില കൊടുത്താലും തിരികെ കൊണ്ടുവരാൻ ആവുന്നവയല്ല. ഈ യാഥാർത്ഥ്യമാണ് കുട്ടിയെ പൂന്തോട്ടം വിലയ്ക്ക് വാങ്ങാനാവില്ല എന്ന നിസ്സഹായതയിൽ മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന അനിയന്ത്രിതമായ കയ്യേറ്റങ്ങൾ അതിരു കടക്കുമ്പോൾ അതിൻ്റെ ദൂഷ്യഫലങ്ങളും അവൻ അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് പീച്ച് പൂന്തോട്ടം എന്ന ഹ്രസ്വചിത്രം നൽകുന്നത്. ലോകവ്യാപകമായി മനുഷ്യർ പ്രകൃതിക്കുമേൽ കടന്നുകയറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വനനശീകരണം, പരിസ്ഥിതി മലിനീകരണം, അനിയന്ത്രിതമായി മറ്റു ജീവജാലങ്ങളെ കൊന്നൊടുക്കുക തുടങ്ങിയ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുന്നു. അപ്പം കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇതുപോലൊരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. വിലയിരുത്തൽ കുറിപ്പാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെ ഉത്തുംഗഭാവം. റിയോയിൽ 5000 മീറ്റർ ഓട്ടത്തിൻ്റെ ഹീറ്റ്സ് നടക്കുകയായിരുന്നു. അമേരിക്കൻ താരം അബിയും ന്യൂസിലാൻഡിൻ്റെ നിക്കിയും അടുത്തടുത്ത് ഓടുകയായിരുന്നു. മുന്നിൽ പോയ നിക്കി പെട്ടെന്ന് ട്രാക്കിൽ വീണുപോയി. കൂട്ടിയിടിച്ച് അബിയും താഴെ വീണു. എന്നാൽ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് തൻ്റെ എതിരാളിയായ നിക്കിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് തുടർന്ന് ഓടാൻ അവളെ പ്രേരിപ്പിച്ചു. വീണ്ടും രണ്ടുപേരും ഓടിത്തുടങ്ങി. കുറച്ചെത്തിയതും അബി താഴെ വീണു.
പെട്ടെന്ന് നിക്കി ഓട്ടം നിർത്തി അബിയെ എഴുന്നേൽപ്പിച്ചു. രണ്ടുപേരും ഓട്ടം പൂർത്തിയാക്കി. അതിനുശേഷം അവരിരുവരും കെട്ടിപ്പിടിച്ച് കണ്ണീർ പൊഴിച്ചു. കായിക രംഗത്തെ അപൂർവ കാഴ്ച. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രണ്ട് രാജ്യക്കാർ. മനുഷ്യ സ്നേഹത്തിൻ്റെ ഉത്തുംഗഭാവം. വിശ്വമാന സൗഹൃദം എന്ന ഒളിമ്പിക്സ് ആശയത്തിൻ്റെ സാക്ഷാത്കാരം. കൊച്ചനിയൻ എന്ന കവിതയിലും അശ്വതി എന്ന കഥയിലും മേൽ വിവരിച്ച അനുഭവക്കുറിപ്പിലും കാണുന്ന സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളെ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. വിലയിരുത്തൽ കുറിപ്പ് നമുക്ക് എഴുതി നോക്കാം കൂട്ടുകാരെ. ഓക്കെ, നമുക്ക് എഴുതാം. സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ പകർന്നു നൽകുന്ന രചനകളാണ് ഇടശ്ശേരിയുടെ കൊച്ചനുജൻ എന്ന കവിതയും ടി പത്മനാഭൻ്റെ അശ്വതി എന്ന ചെറുകഥയും. സഹോദര സ്നേഹത്തിൻ്റെ നിഷ്കളങ്കതയും ആഴവും പ്രതിഫലിപ്പിക്കുന്ന കവിതയാണ് കൊച്ചനുജൻ. എന്നാൽ സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്തമായ തലമാണ് അശ്വതിയിൽ കാണുന്നത്. കൊച്ചനുജൻ്റെ സ്നേഹം സ്വന്തം സഹോദരിയോടാണ്. സഹോദരിയുടെ തന്നെ ഏറെ സ്നേഹിക്കുന്ന സ്നേഹം നഷ്ടപ്പെടുമോ എന്ന കൊച്ചനുജൻ്റെ വേവലാതിയും ഈ കവിതയിൽ കാണാം. സഹോദരർക്കിടയിൽ സ്നേഹം ഉണ്ടാവുക എന്നത് സ്വാഭാവികമായൊരു കാര്യമാണ്. എന്നാൽ അശ്വതി എന്ന കഥയിൽ തൻ്റെ ആരുമല്ലാത്ത ഒരു പെൺകുട്ടിയോടാണ് കഥാകൃത്തിന് പിതൃതുല്യ സ്നേഹം തോന്നുന്നത്. അത് മുഴുവൻ ലോകത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അംശമാണ്. നിസ്വാർത്ഥമായ, വ്യവസ്ഥകളില്ലാത്ത, പ്രതിഫലമൊന്നും ആഗ്രഹിക്കാത്ത സ്നേഹമാണത്. ആ സ്നേഹമാണ് അശ്വതി നമുക്ക് കാണിച്ചു തരുന്നത്. സ്നേഹത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ് രണ്ട് രചനകളും നമുക്ക് നൽകുന്നത്. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇതുപോലൊരു വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. വിവരണക്കുറിപ്പാണ്. നടുവേനലിലാണ് നമുക്ക് ഒഴിവുകാലം. അപ്പോൾ വേനൽ തുമ്പികളെ പോലെ പാറി നടക്കാം. കാലത്തെഴുന്നേറ്റ് പുസ്തക സഞ്ചിയും ഏന്തി സ്കൂളിലേക്ക് പാഞ്ഞു പോകേണ്ടതില്ല. പത്രമാസികകളും പുസ്തകങ്ങളും വായിക്കാൻ സമയം വേണ്ട പോലെയുണ്ട്. സമയത്തിൻ്റെ കെട്ടുപൊട്ടിച്ച് മനസ്സ് ഒരു പട്ടം പോലെ പറന്നു പൊങ്ങുന്ന കാലമാണ് ഈ ഒഴിവുകാലം. ഇത് വെറുതെ കളയാൻ പാടില്ല. ONVയുടെ വാക്കുകൾ വായിച്ചല്ലോ. ഉത്തമൻ്റെയും ജെൻട്രിയുടെയും അവധിക്കാലത്തെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? നിങ്ങളുടെ അവധിക്കാലത്തെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കുക. ഇത് കൂട്ടുകാർക്ക് തനിയെ ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ അവധിക്കാല അനുഭവങ്ങളൊക്കെ എല്ലാം വിവരിച്ചുകൊണ്ട് ഒരു വിവരണം തയ്യാറാക്കാവുന്നതാണ്. ദെൻ ബി, മാതൃക പോലെ എഴുതുക എന്നാണ്. നീതിയല്ലാത്തത് അനീതി. അപ്പം സാധ്യമല്ലാത്തത് എന്താണ്? അതെ, അസാധ്യമാണല്ലേ. സാധ്യമല്ലാത്തത് അസാധ്യം. ദെൻ പ്രവർത്തനം 5 എന്താണ് നമുക്ക് നൽകിയിട്ടുള്ളത്? ഒരു ആസ്വാദനക്കുറിപ്പാണല്ലേ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്താണിത്? ആസ്വാദനക്കുറിപ്പ്. അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൂട്ടുകാർ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. മണൽപ്പരപ്പിൽ കുഴിയുണ്ടാക്കി. മണൽപ്പരപ്പിൽ കുഴിയുണ്ടാക്കി ഒളിച്ചിരുന്നു പുഴവെള്ളം. ഒലിച്ച കാലം മറന്ന കടവിൽ തപസ്സിരുന്നു കളിവെള്ളം. കിഴക്കുമാമല മുടിയാട്ടത്തിനു വരുന്നതില്ല കരിമേഘം. മഴയ്ക്കു തോറ്റം പാടും തവളകൾ കരഞ്ഞുമില്ല കലികാലം. പിഴച്ചുപോയി ചുവടുകൾ തിരുവാതിരയ്ക്കു പോലും പതിവായി. മറന്നു മാബലി തിരുവോണങ്ങൾ അടഞ്ഞുപോയി പാതാളം. പരന്ന വയലിൻ നടുവിലെടുപ്പുകൾ പണിഞ്ഞു നഗരം കുടിയേറി. ഒഴിഞ്ഞ ചാക്കിൽ ചവറു പെറുക്കാൻ മുടിഞ്ഞ ഗ്രാമം പടിയേറി. PP രാമചന്ദ്രൻ്റെ മണൽപ്പരപ്പിൽ കുഴിയുണ്ടാക്കി എന്ന കവിതാഭാഗമാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി അവരെ പരിപാലിക്കുന്നത് പ്രകൃതിയാണ്. പ്രകൃതി നിലനിന്നെങ്കിൽ മാത്രമേ ജീവജാലങ്ങൾക്കെല്ലാം നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും മനുഷ്യരുടെ കടമയാണ്. മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന കഥയിലെ ഉത്തമനും ജെൻട്രിയും പ്രകൃതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അവരെപ്പോലുള്ള ഒരുമിച്ച് പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്കും വ്യക്തിഗതമായി ചെയ്യുവാൻ കഴിയുന്ന ഏറെ കാര്യങ്ങൾ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യാൻ കഴിയും. വനനശീകരണം തടയുക, പുതിയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, മലിനമായ ജലാശയങ്ങൾ വൃത്തിയാക്കുക, അവയെ പരിപാലിക്കുകയും ചെയ്യുക, മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണത്തിനെതിരെ പ്രവർത്തിക്കുക, മറ്റു ജീവികളെ സംരക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനാവും. ഒത്തുചേർന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നഷ്ടപ്പോയ പ്രകൃതി സൗഭാഗ്യങ്ങളെ വീണ്ടെടുപ്പിന് ഏറെ സഹായകമാകുമെന്നതിൽ തർക്കമില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ NB കൃഷ്ണവാര്യരുടെ കൃതി ഏതാണ്?